ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് വണ്ടി റിഡ്സ് ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ചില സമയങ്ങളിൽ ഓവർ ഹീറ്റ് വാണിംഗ് വരുന്നതാണ് കസ്റ്റമർ കംപ്ലൈൻറ്റ് കേട്ടോ. നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് വേറെ കോഡ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ടെമ്പറേച്ചർ ചില സമയങ്ങളിൽ ഉണ്ടാവും. റേഡിയേറ്റർ ഫാൻ ഹൈ ആണ്, പക്ഷേ 100 ഡിഗ്രി വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അല്ല വാണിംഗ് ലൈറ്റ് വരുമോ ഇല്ല നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡിഗ്രിയായി. ഫാൻ വർക്കിങ്ങുമാണ്. ഈ ഫാനിന് സ്പീഡ് ഉണ്ടോ ഇല്ല നമുക്ക് ചെക്ക് ചെയ്യാം. ലൈറ്റ് വരുമോ നോക്കട്ടെ. 104 ഡിഗ്രി എത്തി കേട്ടോ. പക്ഷേ ഫാൻ വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഹൈ സ്പീഡ് ഫാന് സ്പീഡ് കുറവായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഫാൻ വർക്കിംഗ് ആണ്, പക്ഷേ സ്പീഡ് കുറവ്. അതാണ് സ്ലോവിലി ഓവർ ഹീറ്റായിട്ട് വരുന്നത്. കുറയോ പക്ഷേ AC കൂളിംഗ് ഒന്നും കട്ടായിട്ടില്ല കേട്ടോ. AC കൂളിംഗ് കട്ടായിട്ടില്ല, പക്ഷേ ടെമ്പറേച്ചർ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. വാണിംഗ് ലൈറ്റ് ആയിട്ടില്ല. കുറച്ച് കഴിഞ്ഞാലേ വാണിംഗ് ലൈറ്റ് വരുള്ളൂ. അപ്പോൾ നോക്കാം. റേഡിയേറ്റർ ഫാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഇപ്പോൾ ഓവർ ഹീറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. റിഡ്സ് ഉണ്ടോ, ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങി. ടെമ്പറേച്ചർ ഫാൻ ഹൈ സ്പീഡിലായി കറങ്ങുന്നത്. 114 ഡിഗ്രി എത്തിയിട്ടുമുണ്ട്. കറങ്ങുന്ന ഹൈ സ്പീഡിലാണെങ്കിലും ഫാനിൻ്റെ സ്പീഡ് ലോ സ്പീഡേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. പക്ഷേ AC കൂളിംഗ് കട്ടായിട്ടുണ്ടാവില്ല. AC ഓണാണ്, കൂളിംഗ് എല്ലാം ഓക്കെ ആയിരിക്കും. പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇങ്ങോട്ടായി. ഇപ്പോൾ കട്ടായില്ല AC. ഇപ്പോൾ AC കട്ടായിട്ടുണ്ട്. ഇപ്പം 114 ഡിഗ്രി നിൽക്കുകയാണ്. പക്ഷേ ഫാൻ വർക്കിംഗ് ആണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഫാൻ അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ. ഫാൻ സ്പീഡുണ്ട്, പക്ഷേ തണുത്ത കാറ്റാണ് വരുന്നത് നമുക്ക്. എന്തെങ്കിലും തെർമോസ്റ്റാറ്റ് വാൽവ് ചെക്ക് ചെയ്യേണ്ടി വരുമേ. ഫാൻ സ്പീഡ് തന്നെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ കംപ്ലൈൻറ്റ് തെർമോസ്റ്റാറ്റിന് കേസായിരുന്നു കേട്ടോ. നമ്മുടെ കേസ് മാറിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഈ വാൽവ് മാത്രമാണ് കളഞ്ഞേക്കുന്നത് കേട്ടോ. വാൽവ് ഊരി മാറ്റി നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഈ ഒരു വാൽവ് സ്റ്റക്കായി പോകും. ഇതാണെന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടോ. ഇതിനകത്ത് ആ വാൽവ് കാണാൻ പറ്റും. ഉണ്ടോ, ഈ വാൽവ് ആയിരുന്നു കംപ്ലൈൻറ്റ് കേട്ടോ. നമ്മൾ വഴിയിലൊക്കെ ബ്രേക്ക് ഡൗൺ ആ സമയത്ത് ഈ ഒരു 2 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് മാത്രമായിട്ട് ഈ ഒരു പീസ് മാത്രം ഊരി വാൽവ് എടുത്ത് കളഞ്ഞാൽ നമുക്ക് വർക്ക്ഷോപ്പ് വരെ എത്തിക്കാൻ പറ്റും കേട്ടോ. റിക്കവർ ചെയ്യാതെ പറ്റും നമുക്ക്. നമ്മളപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നത്, തയ്ച്ചിട്ടിൻ്റെ വാൽവ് മാത്രം ഊരി എടുത്തേക്കും കേട്ടോ. തെർമോസ്റ്റാറ്റ് പഴയ തന്നെ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്.